അയം ത്വൽക്കഥാമൃഷ്ടപീയൂഷനദ്യ മനോവാരണ ക്ലേശദാവാഗ്നിദഗ്ധ തൃഷാർത്തോപഗാഠോ ന സസ്മാരതാപം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന എന്നാണ് പറയുന്നത്. അയം ത്വൽക്കഥാമൃഷ്ട പീയൂഷനദ്യ. എന്തൊരു ചൂടാണ് പുറത്ത്, ഇതിൻ്റെ അകത്ത് എങ്ങനെ തണുപ്പായിട്ടിരിക്കണു. അതുപോലെ ഈ താപത്രയങ്ങളെ കൊണ്ട് തപിച്ചിരിക്കുന്ന നമ്മൾക്ക് ഈ ഭാഗവതമാകുന്ന തണുപ്പ് ആ ഒരു മനസ്സിന് കിട്ടുന്നത് അതിനെ തുല്യപ്പെടുത്താനില്ല എന്ന് പറയുകയാണ്. അയം ത്വൽക്കഥാമൃഷ്ട പീയൂഷനദ്യ മനോവാരണ ക്ലേശദാവാഗ്നിദഗ്ധ തൃഷാർത്തോപഗാഠോ ന സസ്മാരതാപം ന നിഷ്ക്രാമതി ബ്രഹ്മസമ്പന്നവന്ന. ഒരു ആനയ്ക്ക് ഭയങ്കര ചൂട് കൊണ്ട് പൊരിഞ്ഞിരിക്കുമ്പോൾ ഒരു നല്ല സരസിൽ അങ്ങനെ ഇറങ്ങിയെന്ന് വെച്ചാൽ ആ ആന അതിൽ നിന്ന് കരകയറാൻ കൂട്ടാക്കില്ല, പാപ്പന്മാർ എന്തൊക്കെ പറഞ്ഞാലും. അതുപോലെ നമ്മുടെ മനസ്സാകുന്ന ആന ഈ താപത്രയമായിട്ടുള്ള ചൂട് കൊണ്ട് ഈ ഭാഗവതമാകുന്ന അമൃത സരസിലങ്ങനെ മുങ്ങുമ്പോൾ ഇതിൽ നിന്ന് കയറാൻ കൂട്ടാക്കില്ല എന്ന് പറയാണ്. പിന്നെയും പറയുന്നു മഹാത്മാക്കൾ, സാ വാഗ്യയ തസ്യ ഗുണാൻ ഗൃണീതേ കരൗചതൽ. ഭഗവാന്റെ വാക്ക്, ആ ഭഗവാന്റെ കഥകൾ പറയുന്ന, നാമം ജപിക്കുന്ന നാവാണ് നാവ്. സാ വാഗ്യയ തസ്യ ഗുണാൻ ഗൃണീതേ കരൗചതൽ കർമ്മ കരോ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽപുണ്യകഥാസ്രകർണ. ഭഗവാന്റെ നാമം ജപിക്കുന്ന നാവാണ് നാവ്. നാവ് കൊണ്ട് പലതും നമ്മൾ സംസാരിക്കുന്നു, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നാവിൻ്റെ ഗുണം. പിന്നെയോ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, ഭഗവാന്റെ കീർത്തനാദികൾ പാടുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഒരു ആനന്ദം അനുഭവിക്കുവാനുണ്ട്. അതിനുവേണ്ടിയാണ്. അതുപോലെ തന്നെ കൈകൾ തന്നിട്ടുണ്ട്, അത് ഭഗവാനെ ഉപാസിക്കുവാൻ, പൂജിക്കുവാൻ, അർച്ചിക്കുവാൻ, സജ്ജനങ്ങളെ ശുശ്രൂഷിക്കുവാൻ. കരോ കർമ്മ ഭഗവാന്റെ. അതുപോലെ സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു. മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക. എല്ലാ ദിക്കിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ. സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽപുണ്യകഥാ സകർണ. ഈ ചെവിയുടെ പ്രയോജനം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഈ ഭാഗവതാദികൾ, ഇവിടെ മാത്രമല്ല എവിടെ ആ ഭാഗവത കഥകൾ നടക്കുന്നുണ്ടോ അവിടെ പോയിരുന്നുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ അങ്ങനെ കേട്ട് ആനന്ദിക്കുവാൻ ഉപയോഗിക്കണം. അപ്പോഴേ അത് ചെവികളാവുള്ളൂ. അതല്ലെങ്കിൽ ചില പൊത്തുകളൊക്കെ പാമ്പിന് വസിക്കാൻ കാണുമല്ലോ, അതുപോലെ നല്ല വിസ്തരിച്ച് ഭാഗവതം പറയുന്നു. നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കുവാനാണ് നാവിനെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹിമ നാരായണീയത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ. മുഹുച്ചക്രം താവൽ വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോ ദവദഹനപാനേ അനിലസഖം വിരിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷീ തദയം അവതാരോ ജേതിതേ. മുഹുസ്താവച്ചക്രം അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ മഹിമ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? അവിടുന്ന് ഈ ലോകത്തിലെ എല്ലാ ദേവന്മാരെയും ജയിച്ചിരിക്കുന്നു. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ചരിത്രമുണ്ട്. അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ധർമാനുഷ്ഠാനങ്ങളൊക്കെ ലോകത്തിൽ എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ശ്രീകൃഷ്ണാവതാരത്തിൽ എന്തൊക്കെയാണ് ആ പ്രത്യേകത എന്ന് വെച്ചാൽ, മുഹുസ്താവചക്രം വരുണമജയോ നന്ദഹരണേ. വരുണനെ ഭഗവാൻ ജയിച്ചു. നന്ദഗോപരെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ പ്രഭാതത്തിൽ നേരത്തെ ആ യമുനാ നദിയിൽ കുളിക്കുവാൻ വേണ്ടി പോയതാണ്. സമയം നേരത്തെ പോയതുകൊണ്ട് ആ ഭടന്മാർ പിടിച്ചു കൊണ്ടുപോയി. നോക്കിയപ്പോൾ ഭഗവാന്റെ അച്ഛനാ. പേടിച്ചു വറച്ചു വരുണൻ. അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ആ വരുണൻ്റെ ലോകത്തിലേക്ക് പോയി അച്ഛനെ വീണ്ടെടുത്തു. അങ്ങനെ വരുണനെ ജയിച്ചു എന്ന് പറയാം. മുഹുസ്താവചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോ. അതുപോലെ യമധർമ്മരാജാവിനെ ജയിച്ചു. ആ സാന്ദീപനി ഗുരുനാഥന് പുത്രനെ ദാനമായിട്ട് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കുവാൻ വേണ്ടി യമലോകത്തിൽ ചെന്ന് ആ ഭടന്മാരെ പേടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. എന്താ ഇങ്ങനെ ഒരു ചരിത്രമുണ്ടോ? സാധാരണ യമലോകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആർക്ക് സാധിക്കും? കൃഷ്ണോ യോഗേശ്വരേശ്വര എന്ന് പറഞ്ഞല്ലോ എന്നല്ലേ. യോഗേശ്വരന്മാരിലും ഈശ്വരനാണ് ഭഗവാൻ. അവിടുന്നാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംസാരം നടത്തുന്നത് എന്നുള്ളതിൻ്റെ ആ സാക്ഷ്യമാണ്.
യമം ബാലാനീതോ ദവദഹനപാനേ അനിലസഖം. അതുപോലെ തന്നെ അഗ്നിയെ ജയിച്ചു ഭഗവാൻ. വൃന്ദാവനത്തിൽ 2 പ്രാവശ്യം അഗ്നി ബാധിക്കുകയുണ്ടായി. ആ അഗ്നിയെ പാനം ചെയ്ത് രക്ഷിച്ചു ഒരു പ്രാവശ്യം. പിന്നൊരു പ്രാവശ്യം അഗ്നിയിൽ നിന്ന് വളരെ ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗോപാലന്മാരെയൊക്കെ അങ്ങനെ രക്ഷിച്ചു. അങ്ങനെ ദവദഹനപാനേ അനിലസഖം വിധിം വത്സസ്തേയെ, ബ്രഹ്മാവിനെ ജയിക്കണ്ടായി വത്സസ്തേയം എന്ന് പറയുന്ന ചരിത്രം ലീല കൊണ്ട്. ഗിരിശമിഹ ബാണസ്യ സമരേ, മഹാദേവനെ നാളെ വർണ്ണിക്കാൻ പോണു, ബാണയുദ്ധം മുതലായ ചരിത്രങ്ങൾ. അങ്ങനെ മഹാദേവനെയും ജയിക്കുന്നു. അതുപോലെ തന്നെ 2 പേരെ വീണ്ടും ജയിച്ചിരിക്കുന്നു ഭഗവാൻ. അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അതേതാ 2? കാമദേവൻ. കാമനെ ജയിക്കാൻ മഹാപ്രയാസമാണ്. ആ കാമദേവനെ രാസക്രീഡാ ലീല കൊണ്ട് ജയിച്ചു എന്ന് പറയണം. പിന്നെയോ ഒരു ലോകം എന്ന് പറയുന്നത് ഏതാ? അത് സാക്ഷാൽ വൈകുണ്ഠം. വൈകുണ്ഠനാരായണനെയും ഭഗവാൻ ജയിച്ചു എന്ന് വേണം പറയാൻ. സന്താന ഗോപാലത്തിൽ ഭഗവാൻ ഇവിടെ അർജുനൻ സമേതനായിട്ട് എത്തിച്ചേർന്നുവല്ലോ. അപ്പോൾ കൃഷ്ണോ യോഗേശ്വരേശ്വര, ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ലീലകൾ എത്ര കേട്ടാലും മതി വരില്ല. അത് പുതുപുത്തനായിട്ട് അനുഭവപ്പെടും. സുതജ്ഞോ നിത്യനൂതനാഹ. ഇപ്പോൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞതിനെ പറയണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ? പുനശ്ചർവിത ചർവണം. എത്ര ആഹാരം കഴിച്ചു, പിന്നെയും കഴിക്കുന്നു, അതിനൊന്നും ഒരു മടുപ്പില്ല. എന്നാൽ ഈ ഭഗവാന്റെ കഥ അത് എത്ര കേട്ടാലും അത് പുതുപുത്തനാണ് എന്ന് പറയും. സുതജ്ഞോ നിത്യനൂതനാഹ. എത്ര രുക്മിണി സ്വയംവരം നമ്മൾ കേട്ടു, പക്ഷേ വീണ്ടും അതുപോലെ ഓരോ ഭക്തന്മാരോ ഓരോ തരത്തിലുള്ള വർണ്ണനകൾ ചെയ്യുന്നു. അതിലൊക്കെ ആ ഭഗവാന്റെ ആ ഭക്തിയെ പ്രകടമാക്കുന്ന വാക്കുകളെ കൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ അലിവുണ്ടാക്കും. ചിത്താർദ്രീഭാവം ഉച്ചൈർവപുഷിച്ച പുളകം ഹർഷബാഷ്പം ജഹിത്വ ചിത്തം ശുദ്ധിയേൽ കഥം വാ കിമു ബഹുതപസ വിദ്യയാ വീതഭക്തേ ത്വൽക്കാഥാസ്വാദസിദ്ധാഞ്ജന സതതമരീമൃജ്യമാനോയമാത്മാ ചക്ഷുർവൽ തത്വസൂക്ഷ്മം കിമു പുനരപരേ എന്ന് പറയുന്നു. ചക്ഷുർവൽ തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയ തർക്കകോട്യ. കുറേ ജ്ഞാനം സമ്പാദിച്ചു, അല്ലെങ്കിൽ കുറേ പാണ്ഡിത്യമൊക്കെ ഉണ്ടായി, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാണ്. ഭക്തി ഉണ്ടാവണം. ഭക്തിയാഹം ഏകയാഗ്രാഹ്യ. ഭഗവാനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ, ഭഗവാനെ അറിയണം എന്നുണ്ടെങ്കിൽ ഭക്തിയാഹം, ഭക്തി കൊണ്ടേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ, ഭഗവാനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഭക്തിയാഹം ഏകയാഗ്രാഹ്യ. ആ ഭക്തി എങ്ങനെ ഉണ്ടാവും? ഭഗവത് കഥകളെ കേൾക്കണം, അതുപോലെ ഭഗവാന്റെ തിരുനാമം ജപിക്കണം. ഭഗവത് ഭക്തന്മാരുടെ പാതാരവിന്ദങ്ങളിൽ വിനാമഹൽപാദ രജോഭിഷേകം. സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ മഹാത്മാക്കളുടെ പാദങ്ങളിൽ നമസ്കരിക്കണം, ലജ്ജ ഉണ്ടാവരുത്. അങ്ങനെ നിരന്തരം ഉപാസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാനെ കിട്ടുന്നു. ഭഗവാനെ കിട്ടിയാലോ ജീവിതം പൂർണ്ണമായി. ഭഗവാനെ കിട്ടിയില്ലെങ്കിലോ എന്തൊക്കെ യോഗ്യതയുണ്ടെങ്കിലും അതൊക്കെ ജലത്തിൽ വരച്ച ചിത്രം പോലെ വ്യർത്ഥമാണ്. ഭഗവാനെ കിട്ടണം, അതാണ് ജീവിതത്തിൻ്റെ സാഫല്യം. എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ത്വയി പ്രസന്നേ മൈ കിങ്ഗുണേന ത്വയി അപ്രസന്നേ മമ കിങ്ഗുണേന. ത്വയി പ്രസന്നേ മമ കിങ്ഗുണേന ത്വയി അപ്രസന്നേ മമ കിങ്ഗുണേന രക്തേ വിരക്തേജ വരേ വധൂനാം പറയുന്നുണ്ടല്ലോ. കുങ്കുമപത്രഭംഗാഹ നിരർത്ഥക കുങ്കുമപത്രഭംഗാഹ എന്ന് പറയുന്നുണ്ട്. ത്വയി പ്രസന്നേ മമ കിങ്ഗുണേന. അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്നിൽ സന്തോഷിച്ചാൽ എനിക്ക് എന്ത് വേണം? വേറെ ഒന്നും ആവശ്യമില്ല. ഇനി അവിടുന്ന് സന്തോഷിച്ചില്ലെങ്കിലോ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ്. രക്തേ വിരക്തേജ വരേ വധൂനാം നിരർത്ഥക കുങ്കുമപത്രഭംഗ എന്ന് പറയാണ്. നല്ല ഒരു സ്ത്രീ ഭാര്യ ഭർത്താക്കന്മാർ, ആ ഭാര്യയോട് ഭർത്താവിന് സ്നേഹമില്ല എന്ന് വയ്ക്കുക. ഭാര്യ ഗംഭീരമായിട്ട് അലങ്കരിച്ച് നിന്നാലും ഇഷ്ടമുണ്ടാവില്ല, ഒന്നുമില്ലെങ്കിലും ഇഷ്ടമുണ്ടാവും. നിരർത്ഥക കുങ്കുമപത്രഭംഗ. അതുപോലെ ആ ഭഗവാങ്കൽ ഭക്തി ഉണ്ടാവണം. രുക്മിണീ ദേവിയെ പോലെ യസ്യാംഘ്രി പങ്കജർജ സ്നപനം മഹാന്തോ വാഞ്ചന്തി ഉമാപതിരിവ് ആത്മതപോ മഹത്യൈ യർഹി അംബുജാക്ഷ ന ലഭേയ ഭവൽ പ്രസാദം യഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാൽ. 100 ജന്മം കഴിഞ്ഞിട്ടാണോ അവിടുത്തെ ദാസിയായിട്ട് അടിയനെ പരിഗണിക്കുക?
അത്രയും കാലം ഈ രുക്മിണി അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ മാത്രം സ്മരിച്ചുകൊണ്ട് അവിടുത്തെ നാമം കീർത്തിച്ചുകൊണ്ട് ഈ ജീവിതം നയിക്കും. അത് എത്ര ജന്മം കഴിഞ്ഞാലും എന്ന് പറയാണ്. ഇതുപോലെ നമ്മൾക്കും ഭഗവാനോട് പറയാറാവണം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറഞ്ഞ പോലെ കിമുക്തൈർഭൂയോഭി തവഹി കരുണായാവതുദിയാൽ അഹം ദേവ താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രളപിത പുരക്ലുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതി നുതി നിഷേവാവിരചയൻ. അവിടുന്ന് എന്നിൽ എപ്പോഴാണോ പ്രസാദിക്കുക അതുവരെ അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ശരീരം വീഴും വരെ അവിടുത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമ. വേറെ ഒന്നും ആശ്രയിക്കില്ല, അവിടുത്തെ മാത്രം. ഈ ഒരു ബോധം നമ്മൾക്കുണ്ടാവണം. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ എന്നുള്ളതിന് മഹാത്മാക്കൾ ഒരു ശ്ലോകം അനുസ്മരിക്കാറുണ്ട്. വ്യാതസ്യാചരണം ധ്രുവസ്യ ചവയ വിദ്യാഗജേന്ദ്രസ്യ കാജാതി വിദുരസ്യ യാദവപതേ ഉഗ്രസ്യ കിം പൗരുഷം കുബ്ജായാഹ കമനീയരൂപമധികം കിന്തൽ സുധാംനോധനം ഭക്ത്യാ തുഷ്യതി കേവലം നതു ഗുണൈ ഭക്തപ്രിയ ശ്രീഹരി പറയാണ്. വ്യാധസ്യാചരണം, വ്യാധൻ കാട്ടാളൻ, നാളെ വർണ്ണിക്കാൻ പോണു. ഒരു കാട്ടാളൻ ആണ്, കാട്ടിൽ പക്ഷിമൃഗാദികളെ വേട്ടയാടി ഭക്ഷിക്കുന്ന കാട്ടാളൻ. തമോ ഗുണത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ജീവൻ എന്ന് പറയാം. കാട്ടാള ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നിഷ്കരുണമായിട്ടുള്ള ജന്തുക്കളെയൊക്കെ നിഗ്രഹിച്ച് ഭക്ഷിക്കുന്ന അത്രയ്ക്കും തമോ ഗുണത്തിൻ്റെ അടിത്തട്ട് പറയാം. അങ്ങനെയുള്ള ആ വ്യാധൻ ഭഗവാന്റെ പാതാരവിന്ദത്തെ ദൂരെ നിന്ന് കണ്ടപ്പോൾ മാനിൻ്റെ മുഖമാണ് എന്ന് കണ്ട് അമ്പെയ്തു. പക്ഷേ ഭഗവാൻ ആ അമ്പെയ്ത് ആ മാനിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴാണ് അത് ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്കാണ് തറച്ചിരിക്കുന്നത് എന്നിട്ട് കണ്ടപ്പോൾ പൊട്ടി അങ്ങോട്ട് കരയുകയാണ്. അയ്യോ, ഇത്രയും ഒരു മഹാപാപം ചെയ്തുവല്ലോ. ഭക്തന്മാർ പുഷ്പങ്ങൾ കൊണ്ടുപോലും അർച്ചിക്കുമ്പോൾ അവിടുത്തെ പാദങ്ങൾക്ക് വേദന വരുമോ എന്ന് വിചാരിച്ച് ദൂരെയാണ് അങ്ങനെ അർച്ചിക്കുക. അങ്ങനെയുള്ള ആ പാദത്തിൽ അടിയൻ്റെ ഈ കൂർത്ത അമ്പ് വീണുവല്ലോ, ഇതിനുള്ള ശിക്ഷ എനിക്കിപ്പോൾ തന്നെ തരണം ഭഗവാനെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എൻ്റെ ജീവൻ വെടിയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാ ഒട്ടും ഭയപ്പെടേണ്ട, ഇത് എൻ്റെ സങ്കല്പമാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ തരാൻ പോകുന്നത് എൻ്റെ ലോകമാണ്, വൈകുണ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ വൈകുണ്ഠം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ അവിടെ പ്രവൃത്തി എന്താ ഉണ്ടായത്? അമ്പയ്യലാണ്. പക്ഷെ അത് നോക്കിയില്ല എന്ന് പറയുകയാണ്. വ്യാതസ്യ ആചരണം ധ്രുവസ്യ ചവയ. അതുപോലെ ഭഗവാൻ വല്ല പ്രായം നോക്കുമോ? കുറച്ച് പ്രായമായിട്ട് നല്ല മെച്യൂരിറ്റി ഒക്കെ വന്നിട്ട് സേവിക്കുമ്പോഴേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ധ്രുവസ്യ ചവയ. 5 വയസ്സ് കഴിഞ്ഞ് 6ാമത്തെ വയസ്സിലാണ് കഠിനമായിട്ടുള്ള തപസ് ചെയ്തുകൊണ്ട് ആ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത് ധ്രുവൻ. ഓ, വയസ്സ് നോക്കിയില്ല. ധ്രുവസ്യ ചവയ വിദ്യാ ഗജേന്ദ്രസ്യ. നല്ല വിദ്യ വേണം, എന്നാൽ ഭഗവാൻ സന്തോഷിക്കും, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാണെങ്കിൽ ആ കാട്ടിലെ കാട്ടാന ഗജേന്ദ്രൻ എന്ത് വിദ്യ ഉണ്ടായെന്ന്? ഗജേന്ദ്രനുണ്ടോ വ്രതയോഗചര്യ, ഗജേന്ദ്രനുണ്ടോ കുലവൈഭവാദി, ഗജേന്ദ്രഹൃത്താരില ഭക്തി മാത്രം, ഗജേന്ദ്രമുക്തിക്കു നിദാനമായി. ഗജേന്ദ്രനെ മുക്തിക്ക് എന്താ നിദാനമായത്? ഗജേന്ദ്രൻ്റെ ഉള്ളിലുള്ള ഭക്തി. അല്ലാതെ വലിയ ആനയാണെന്നുള്ള ആ ഭാവമല്ല, ഉള്ളിലുള്ള ഭക്തി അത് മാത്രമാണ് നോക്കിയതെന്ന് പറയാം. വിദ്യാ ഗജേന്ദ്രസ്യ കാ ജാതി വിദുരസ്യ. നല്ല ജാതി ഉന്നത കുലത്തിൽ ജനിച്ചാലേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ, അവരോട് കുറച്ചും പ്രത്യേകത അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് പറയാം. ആ വിദുരൻ്റെ ഭക്തിയെ അവിടെ ഉദാഹരിക്കുന്നു. വിദുരൻ്റെ ആ ഭക്തി എന്ന് പറഞ്ഞാൽ ദുര്യോധനാദികൾ ഗംഭീരമായിട്ട് രാജോചിതമായിട്ടുള്ള വിരുന്നിന് ഭഗവാനെ ക്ഷണിച്ചാൽ അവിടെ പോവില്ല അത്രേ ഭഗവാൻ. പിന്നെയോ ക്ഷണിക്കാത്ത വിദുരൻ്റെ ഗൃഹത്തിലേക്കാണ് പോവുക. അവിടെ ആ വിദുരപത്നിയുടെ പഴത്തോൽ ഭക്ഷിക്കുന്നു പറയാം. പഴത്തോൽ വെച്ചാൽ പഴം കൊടുക്കണം എന്നാണ്, പക്ഷെ ഭക്തി കൊണ്ട് എല്ലാം മറന്ന് ആ വിദുരപത്നി ഭഗവാന്റെ തിരുവായിൽ പഴം കളഞ്ഞ പഴത്തിൻ്റെ തൊലിയാണത്രേ, അത് ഭഗവാൻ സ്വീകരിക്കുന്നു. ഇത് കണ്ടുവരികയാണ് വിദുരൻ. എന്താ ചെയ്തത് നീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ അറിയാതെ എനിക്ക് അബദ്ധം പറ്റിയല്ലോ. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഈ പഴത്തിനേക്കാൾ ഈ തൊലിക്കാണ് എനിക്ക് മാധുര്യം എന്ന് പറഞ്ഞാൽ ഭക്തി, അതാണ് നോക്കുന്നത് പറയാം. കാജാതിർ വിദുരസ്യ
യാദവപദേഹ ഉഗ്രസ്യ, നല്ല പൗരുഷമുള്ളവരോട് പ്രത്യേകം ഒരു സന്തോഷം അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാണെങ്കിൽ ആ യാദവന്മാരുടെ രാജാവായ ഉഗ്രസേന മഹാരാജാവിന് എന്ത് പൗരുഷമാണുള്ളത്? തൻ്റെ പുത്രനായിട്ടുള്ള കംസൻ എന്തൊക്കെ ദുഷ്ടകർമ്മങ്ങളാണ് ചെയ്തത്. തനിക്ക് പൗരുഷമുണ്ടെങ്കിൽ ആ കംസനെ നിഗ്രഹിച്ചോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റില്ല. കംസൻ ഉഗ്രസേന മഹാരാജാവിനെയാണ് ജയിലിൽ അടച്ച് ബന്ധിച്ചത്. അപ്പോൾ പൗരുഷമില്ല എന്നുള്ളതിന് ഉദാഹരണമാണ്. പക്ഷേ ഭഗവാങ്കൽ എന്തെന്നില്ലാത്ത ഭക്തി ഉഗ്രസേന മഹാരാജാവിനുണ്ടായിരുന്നു. ശ്രീകൃഷ്ണങ്കൽ എന്തെന്നില്ലാത്ത ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ കംസനെ നിഗ്രഹിച്ച് യാദവന്മാരുടെ ചക്രവർത്തിയായി ഉഗ്രസേന മഹാരാജാവിനെ വാഴിച്ചു. കാജാതിർവിദുരസ്യ യാദവപദേ ഉഗ്രസ്യ കിം പൗരുഷം കുബ്ജായാഹ കമനീയ രൂപമധികം. അതുപോലെ നല്ല സൗന്ദര്യമുള്ളവരോട് ഭഗവാൻ ഒരു പ്രത്യേകത അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഇല്ല. അതിന് ഉദാഹരണം 3 വളവുള്ള ആ മുക്കൂനി എന്നാണ് പറയുക. ആ കുബ്ജ, കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കളഭം അരയ്ക്കുക, അതാണ് അവളുടെ ജോലി. പക്ഷേ അവൾ ആ ഭഗവാന്റെ ദിവ്യസ്വരൂപം കണ്ട് കണ്ടപ്പോൾ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭഗവാന്റെ ആ രൂപം അങ്ങോട്ട് കണ്ടപ്പോൾ, കമനീയ രൂപമായിട്ട് കണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞു, സുന്ദര, ഞാൻ കംസന് വേണ്ടി കൊടുക്കുന്ന ഈ കളഭം വാസ്തവത്തിൽ അവിടുത്തെ നെറ്റിയിലേക്ക് ആ അണിയാണ് യോഗ്യത. അതുകൊണ്ട് അവിടത്തേക്ക് എൻ്റെ ഈ കളഭം ഒന്ന് അണിയിച്ചോട്ടെ എന്ന് പറയാണ്. ഓ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവളുടെ ആ വാത്സല്യത്തോടു കൂടിയുള്ള കളഭത്തെ സ്വീകരിച്ചു. പിന്നീട് പറഞ്ഞു ഭഗവാൻ ആ കൂനിയോട്, ഈ വളവ് എപ്പോഴുണ്ടായതാണ്? ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായതാണ്. എല്ലാവരും എന്നെ മുക്കൂനി മുക്കൂനി എന്നാണ്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അടുത്ത് സുന്ദരി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടുന്ന് ത്രൈലോക്യ സുന്ദരനാണ്. അതുകൊണ്ട് ഈ കളഭം അവിടുന്നാണ് അർഹിക്കുന്നത്. അതുകൊണ്ടാണ് അണിയിച്ചതെന്നുണ്ട്. എന്നാൽ നീ ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ആ മുക്കൂനിയെ അടുത്തേക്ക് സമീപത്തിൽ വരുത്തി തൻ്റെ പാദം അവളുടെ പാദത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് താടിക്ക് ഒന്നങ്ങടാക്കി. അതോടുകൂടി അവൾ ത്രിലോകസുന്ദരിയായി തീർന്നു. ചിത്തസ്താം ഋജുതാമഥ പ്രതയിതും ഗാത്രേപി തസ്യാസ്ഫുടം ഗൃണ്ണൻ മഞ്ജുകരേണ താമുദരയൽ താവജ്ജഗൽ സുന്ദരി. ലോകത്തിലെ മുഴുവൻ സുന്ദരിമാരെ അവർക്ക് പോലും ആ അത്ഭുതമുള്ള സൗന്ദര്യത്തോടു കൂടി ആ കുബ്ജയെ അങ്ങനെ സൗന്ദര്യം കൊടുത്ത് നൽകി അനുഗ്രഹിച്ചു. എന്ന് മാത്രമല്ല, ഭഗവാൻ അവളോട് പറയുകയും ചെയ്തു, നിനക്ക് എന്നിലുള്ള ആഗ്രഹം മനസ്സിലായിട്ടുണ്ട്, അതിനെ ഞാൻ പൂർത്തീകരിക്കാം. പക്ഷേ അതിനു മുമ്പേ ഇവിടെ എൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ കുറേ അധർമ്മിഷ്ഠരെ നിഗ്രഹിച്ച് എൻ്റെ കർത്തവ്യത്തിന് ശേഷം നിൻ്റെ ഗൃഹത്തിലേക്ക് വരാമെന്ന് പറഞ്ഞയച്ചു ആ കുബ്ജയെ. ആ കുബ്ജ ആരാണ് എന്നാണെങ്കിൽ ഈ രാമായണത്തിൽ ശൂർപ്പണഖയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വരൂപിയുടെ ആ സൗന്ദര്യം കണ്ട് വല്ലാതെ മോഹിച്ചു. അപ്പോൾ രാമായണത്തിൽ ആരൊക്കെയാണോ എന്തൊക്കെ മോഹങ്ങൾ വെച്ചിട്ടുണ്ടോ അതൊക്കെ ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ അതൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട് ഭഗവാൻ ആണ്. ശൂർപ്പണഖയാണ് പിന്നീട് മുക്കൂനിയായിട്ട് ജനിച്ചത് എന്ന് പറയുന്നു, കുബ്ജയായിട്ട്. കുബ്ജായാഹ കമനീയ രൂപമധികം കിന്തൽ സുധാം നോദനം. അതുപോലെ നല്ല ധനമുള്ള കുബേരൻ മുതലായ ആളുകളോട് പ്രത്യേക വാത്സല്യം അങ്ങനെയുണ്ടോ? ഇല്ല. ആ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആ സുധാമാവിന് എന്ത് ഐശ്വര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൽ ഒരു സാധാരണയ്ക്കും അത്രയ്ക്ക് ദാരിദ്ര്യം കൊണ്ട് അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആ സുധാമാവിനെ ദ്വാരകയിലെ ഐശ്വര്യം എങ്ങനെയാണോ അതേപോലെ നൽകി അനുഗ്രഹിച്ചു. അതിനെന്താ അദ്ദേഹത്തിൻ്റെ ആ യോഗ്യത? ഭക്തി. ഭഗവാൻ തനിക്ക് ധനം നൽകാത്തത് പോലും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടു. ഇതാർക്കാ കഴിയുക? ഭഗവാൻ ഒന്നും കൊടുത്തില്ല, വെറും കയ്യോട് കൂടിയിട്ടാണ് ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ അതുപോലും ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടു സുധാമാവ്. അതാണ് ആ ഭക്തി, അതാണ് ദൃഢമായിട്ടുള്ള ആ വിശ്വാസം. ഭഗവാൻ നമ്മെ ഏത് ഘട്ടത്തിലും രക്ഷിക്കും. അതാണ് ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഭഗവാൻ നോക്കുക. അപ്പോൾ കിന്തൽ സുധാം നോധനം ഭക്തിയാ തുഷ്യതി കേവലം നതു ഗുണൈഹി ഭക്തപ്രിയ ശ്രീഹരി. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ വ്യക്തമാകുന്നത്? ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ പറ്റുള്ളൂ.
ആ ഭക്തി എങ്ങനെ കിട്ടും? കരഞ്ഞപേക്ഷിച്ചു ജപിക്ക നാമം ഒരിക്കലും മറ്റൊരുപായമില്ല പരമ്പതത്തിങ്കൽ അണഞ്ഞിടാനായി. കരഞ്ഞപേക്ഷിക്കണം ഭക്തിക്ക് വേണ്ടിയിട്ട്. നമ്മൾ പലതിനും വേണ്ടി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കുട്ടികൾക്ക് നല്ല നല്ല സ്ഥാനമാനങ്ങൾ കിട്ടണം, അവരുടെ വിവാഹം നടത്തണം, അല്ലെങ്കിൽ ആരോഗ്യം വേണം, പലതും പ്രാർത്ഥിക്കുന്നു. ഭക്തിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത്? അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. ആ ഭക്തി കിട്ടാൻ എന്ത് വേണം? ഭഗവാന്റെ തിരുനാമം ജപിക്കണം. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ടല്ലോ. ആ ഗജേന്ദ്രന് ഭക്തിയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുവാനുള്ള ഒരേ ഒരു മരുന്ന് എന്ന് പറയാം, അല്ലെങ്കിൽ അമൃത് എന്ന് പറയാം. അതുകൊണ്ട് ആ ഭക്തി ഉണ്ടാവണം. ഇവിടെ നമ്മളിപ്പോൾ സ്വയംവരം വായിച്ചു. അതിൻ്റെ മുമ്പേ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം ആകൃഷ്ടമായത് ആ മുചുകുന്ദൻ്റെ സ്തുതിയാണ്. എന്തൊരു മനോഹരമാണ്! ആ സ്തുതിയൊന്ന് നമ്മൾക്ക് അനുസ്മരിക്കാം. വിമോഹിതോയം ജനഈശമായ തുദീയയാ ത്വാന്ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത. വിമോഹിതോയം, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഞാൻ മറന്നു. മുചുകുന്ദൻ പറയാണ്, അവിടുത്തെ ഞാൻ മറന്നു, എന്നിട്ട് ഉറങ്ങുകയാണ്. അങ്ങനെയുള്ള എൻ്റെ സമീപത്തിലേക്ക് വന്ന് എന്നെ കൊണ്ട് ഒരു നിയോഗം ഉണ്ടായി, ഈ യവനനെ ഭസ്മമാക്കുക എന്നുള്ളത്. അത് ചെയ്തതിന് ശേഷം എനിക്ക് ദർശനം നൽകുവാൻ വേണ്ടി ഈ ഗുഹയിലേക്ക് വന്നുവല്ലോ. അവിടുത്തെ പോലെ കാരുണ്യം ആർക്കാണ് ഉള്ളത്? എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ലോകത്തിൻ്റെ അവസ്ഥ. വിമോഹിതോയം ജന ഈശമായ ത്വദീയയാ ത്വാന്ന ഭജത്യനർത്ഥദൃക്. അവിടുത്തെ തന്നെ മായയായ ആ ഒരു പ്രഭാവം കൊണ്ട് അവിടുത്തെ ഭജിക്കാതെ അനർത്ഥമാകുന്ന ധനം മുതലായ അതിൻ്റെ പിന്നാലെ പോകുന്നു. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തത സുഖലേശ സത്യം പുത്രാദപി ധന ഭാജാം ഭീതികി സർവത്രൈഷ വിഗീതാനീതി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അല്ലയോ മൂഢമതേ, ബുദ്ധി മൂഢമായിട്ടുള്ളത്, അല്ലാണ്ട് വ്യക്തിയെ പറയുന്നില്ല. ബുദ്ധി മൂഢമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ വിട്ട് അന്യവിഷയങ്ങളിലേക്ക് നീ സഞ്ചരിക്കുന്നത് എന്ന് പറയാണ്. വിമോഹിതോയം ജനഈശമായ ത്വദീയയാ ത്വാന്ന ഭജതി അനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത. സുഖായ ദുഃഖപ്രഭവേഷു, സുഖം കിട്ടുവാൻ വേണ്ടി നമ്മൾ സമീപിക്കുന്നത് ദുഃഖം ഉണ്ടാവുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെയുണ്ടല്ലോ, ജലം ഇല്ലാത്ത സ്ഥലത്ത് ജലമുണ്ട് എന്ന് തോന്നി, ജലമുള്ള ദിക്കിലോ ജലം ഇല്ല എന്ന് തോന്നി. ആർക്ക്? ദുര്യോധനന്. ഇതുപോലെ നമ്മൾക്ക് സുഖം ഉള്ളത് ഏതാ? അത് ഈ ഭഗവാന്റെ പാതാരബിന്ദുവാണ്. അങ്ങോട്ട് പോകുന്നില്ല. ദുഃഖം എവിടെയാണ്? അവിടേക്കാണ് പോകുന്നത്. തുദീയയാ ത്വാന്ന ഭജത്തി അനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത. ഗൃഹത്തിൽ സ്ത്രീയാണെങ്കിൽ പുരുഷനാൽ വഞ്ചിക്കപ്പെടുന്നു, പുരുഷനാണെങ്കിൽ സ്ത്രീയാൾ വഞ്ചിക്കപ്പെടുന്നു. ആകെ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാൻ. അപ്പോൾ മായ കൊണ്ട് അന്യോന്യം, അതായത് ഇപ്പോൾ സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ ഭഗവാന്റെ രൂപമായി കണ്ട് അവരെ ഉപചരിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് ദേവിയുടെ ശക്തിയാണ്, പരസ്പരം അങ്ങനെ വേണം. അതാണ് ഇപ്പോൾ കരിഹീജിൽ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത് നാളെ അദ്ദേഹം മഹാത്മാവ് പറയും. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗമയത്നതോ നഖ പാദാരവിന്ദം ന ഭജത്യ സന്മതി ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം, ഈ മനുഷ്യജന്മം കിട്ടുക അത്ര എളുപ്പമല്ല. പയ്യീച്ച പറയുന്നുണ്ടല്ലോ, പയ്യീച്ച പലതരത്തിലുള്ള ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് അവസാനം മനുഷ്യജന്മം കിട്ടുന്നത്. പയ്യീച്ച പൂച്ച എലിഞ്ഞെണ്ടു പച്ചപ്പയ്യെന്നു തൊട്ട പലമാതിരിയായ ജന്മം അവസാനം ഒരു മനുഷ്യജന്മം കിട്ടുകയാണ്. ആ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലോ അതിൻ്റെ വില മനസ്സിലാക്കാതെ ക്ഷുദ്രങ്ങളായിട്ടുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു പറയാം.
തിന്നാം ഉറങ്ങാം പൊരുതാം പുളയ്ക്കാം പന്നിക്കുകൂടി ഭുവനത്തിലേറ്റം. എന്നാൽ മുകുന്ദൻ്റെ പദാരവിന്ദം ധ്യാനിക്കുവാൻ ശക്തി നരനു മാത്രം. മനുഷ്യ ജന്മം കൊണ്ട് മാത്രമേ ഈ സംസാരത്തിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ, ഭഗവാങ്കൽ എത്താൻ പറ്റുള്ളൂ. പാതാരവിന്ദം ഭജത്തി അസന്മതി. അസത്തായിട്ടുള്ള ആളുകളുണ്ടല്ലോ ഈ ഭഗവാന്റെ പാതാരവിന്ദത്തെ സേവിക്കുന്നില്ല. പിന്നെയോ ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു. ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന പൊട്ടക്കിണറിൻ്റെ ഉള്ളിലേക്ക് വീണു പോകുന്നു. ഏതുപോലെ പശു. ഒരു പശു ഉണ്ടല്ലോ, പശു അറിയാണ്ടങ്ങനെ മേച്ച് നടക്കുമ്പോൾ അറിയാതെ പൊട്ടക്കിണറിൽ പോയി വീഴും. പൊട്ടക്കിണറിൻ്റെ ഒരബദ്ധം എന്താ? ധാരാളം ക്ഷുദ്രജീവികളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, തേള് മുതലായത്. അതിൻ്റെ കടി വെള്ളം ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശു. പിന്നെ മുചുകുന്ദൻ പറയാണ്, മമൈഷകാലോചിത നിഷ്ഫലോഗതോ രാജ്യസ്യോന്നദ്ധമതസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ സുത ദാര കോശഭൂഷു ആസജ്ജമാനസ്യ ദുരന്ത ചിന്തയാ. മുചുകുന്ദൻ ആരാണ്? ദേവസേനാധിപതിയാണ്. സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ സ്ഥാനം വഹിച്ചിരുന്ന മഹാത്മാവാണ് ആര്? മുചുകുന്ദൻ. അങ്ങനെയുള്ള മുചുകുന്ദൻ പറയാണ്, എൻ്റെ ഈ കാലമുണ്ടല്ലോ അതൊക്കെ വ്യർത്ഥമായി പോയി എന്ന് പറയാണ്. ഒന്ന് ആലോചിച്ച്, നമ്മുടെ കാലം ഒന്നും പറയണ്ട. ഇവിടെ പറയാണ് മമൈഷ കാലോചിത നിഷ്ഫലോകത. എൻ്റെ ഈ കാലമുണ്ടല്ലോ വലിയ ചക്രവർത്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരീടമൊക്കെ ധരിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ വെറുതെ, എൻ്റെ സമയം വെറുതെ നിഷ്ഫലമായി പോയി. ഭഗവാനെ അവിടുത്തെ ആശ്രയിച്ച് അവിടുത്തെ പാതാരവിന്ദത്തെ അങ്ങനെ കണ്ട് ആനന്ദിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമം ജപിച്ചുകൊണ്ട് അവിടുത്തെ ഉപാസിച്ച് ആ ഒരു ആനന്ദം അവിടുത്തെ ഹൃദയത്തിൽ കണ്ട് ആനന്ദിക്കാതെ എൻ്റെ സമയം ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞു എന്ന് പറയാണ്. മർത്യാത്മബുദ്ധേഹ സുത ദാര കോശഭൂഷു. പുത്രൻ, ഇത് നാരായണീയത്തിൽ പറയുന്നുണ്ടല്ലോ, ഹീ മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യൽ പ്രേമഹേതോർ ഗേഹേ പുത്രേ കളത്രാദിഷു ച വിവശ ത്വൽപദം വിസ്മരന്തി സോയം അന്വേഷുനോവാ പരമിഹ പരത സാമ്പ്രതം ചാക്ഷികർണ ത്വജ്ജിഹ്വാദ്യാ വികർഷന്തി അവശമതയിത ഓപിനത്വൽപദാബ്ജേ പറയുന്നുണ്ടല്ലോ. അതന്നെയാണ് ഇവിടെ. മമൈഷ കാലോചിത നിഷ്ഫലോകതോ രാജ്യശ്രീയോന്നദ്ധമതസ്യ ഭൂപതേ. രാജ്യശ്രീ, ആ വലിയ ചക്രവർത്തി പദവിയിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് രാജഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ മറന്നുകൊണ്ട് ഭാര്യ, പുത്രൻ, അതുപോലെ ഐശ്വര്യം, വീണ്ടും രാജ്യം വിസ്താരം പ്രാപിക്കാൻ യുദ്ധം ചെയ്ത് അവരെയൊക്കെ പിടിച്ചടക്കുക, അങ്ങനെയൊക്കെ ചെയ്തു. ഇതൊക്കെ വ്യർത്ഥമാണ്, വേണ്ടിയിരുന്നില്ല. അവിടുത്തെ ആ പാതാരവിന്ദത്തെ സേവിച്ച് ആ ആനന്ദം അനുഭവിച്ചാൽ പോരെ പറയാണ്. കളേവരസ്മിൻ ഘടഗുഡ്യസന്നിഭേ നിരൂഢമാനേ നരദേവ ഇത്യഹം കൃതോ രഥേ പാശ്വപദാത്യനീകപൈ ഗാം പര്യടം സ്വാഗണയൻ സുദുർമത. അവിടുത്തെ പരിഗണിക്കാതെ, അവിടുത്തെ ശക്തിയാണ് ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത്. അങ്ങനെയുള്ള അവിടുത്തെ ശക്തിയെ തൃണവൽഗണിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനത്തിൽ എൻ്റെ പദവിയിൽ അങ്ങനെ രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഇതിൻ്റെ ഒരു അവസ്ഥ എന്തൊരു കഷ്ടമാണ് എന്ന് പറയാണ്. ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവിടുത്തെ പാതാരവിന്ദം ഹൃദയത്തിൽ കണ്ട് ആനന്ദത്തിൻ്റെ ഉത്തമമായിട്ടുള്ള ഭാവത്തെ പ്രാപിക്കാതെ എൻ്റെ സമയം വ്യർത്ഥമാക്കി കളഞ്ഞുവല്ലോ. പ്രമത്തമുച്ചൈഹി ഇതി കൃത്യചിന്തയ പ്രവൃദ്ധലോപം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാ വിപദ്യസേ ക്ഷുല്ലേലിഹാനോ ഹിരിവാഘുമന്തക. അവിടുത്തെ ആ പാതാരവിന്ദത്തെ ഭജിച്ചുകൊണ്ട് എന്തത്തില്ലാത്ത അനന്തമായിട്ടുള്ള ആനന്ദം. ഋഷഭയോഗീശ്വരൻ പറഞ്ഞല്ലോ, നായം ദേഹോ ദേഹഭാജാം നൃലോകെ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാംബ്യേ തപോ ദിവ്യം പുത്രകാഹ ഏന സത്വം ശുദ്ധ്യേദ്യസ്മാത് ബ്രഹ്മസഖ്യം ത്വനന്തം. ബ്രഹ്മസുഖം, ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദം കിട്ടുകയാണ് വേണ്ടത്. ആ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും കിട്ടേണ്ടതില്ല. ആ ആനന്ദം എങ്ങനെ കിട്ടും? ഭഗവാങ്കൽ ഭക്തി ഉണ്ടാകുമ്പോൾ. ഭഗവാന്റെ ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിക്കാം. അങ്ങനെ ആ ഭഗവാന്റെ കഥകളിൽ ആനന്ദം. ഇപ്പോൾ ഇവിടെ എത്ര ഭാഗവതം കഥകളൊക്കെ നടക്കുന്നു, ഇതിൽ എത്ര ആളുകളാണ് രമിക്കുന്നത്? വളരെ കുറച്ചാണ്. അതിൽ ആനന്ദിക്കാൻ, അതിലൊരു ആനന്ദം
അനുഭവിക്കുവാൻ ഭക്തി വേണം. മറ്റേത് കഥ കേൾക്കുക എന്നുള്ള നിലയ്ക്ക് കേൾക്കാം, പക്ഷേ ആനന്ദത്തോടു കൂടി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവണം. അതുപോലെ ഭഗവാന്റെ തിരുനാമം നമ്മൾ ജപിക്കുന്നു, അത് ആനന്ദത്തോടു കൂടി ജപിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവണം. ഇപ്പോൾ ഭഗവാന്റെ കീർത്തനത്തിൽ പാടുന്നു, അതിങ്ങനെ പാടാം, പക്ഷേ അത് ഭക്തിയോടുകൂടി മറന്നു പാടാറാവണം. കുറയൊன்றுமில்லை மறைமூர்த்தி கண்ண കുറയൊன்றுமில்லை കണ്ണ കുറയൊன்றுം ഇല്ലേ ഗോവിന്ദ. നിങ്ങൾ പാടുമ്പോൾ ആ ഭക്തി വരണം. കേൾക്കുന്നവർക്കും ആ ഭഗവാങ്കൽ ആ ഒരു നേരമെങ്കിലും ഭഗവാന്റെ സ്മരണ ഉണ്ടാവണം. അതാണ് പറയുന്നത്. അങ്ങനെ ആ ഭക്തി കിട്ടണം. അതിന് സജ്ജനങ്ങളുടെ മുഖ്യതസ്തു മഹൽകൃപയൈവ ഭഗവത് കൃപ ലേശാത്വ. മുഖ്യമായിട്ട് വേണ്ടത് മഹാത്മാക്കളുടെ കൃപ. ഇതവിടെ ഇരിക്കുന്ന മഹാത്മാവ് എത്രയെത്ര ആളുകളെയാണ് ഭക്തന്മാരാക്കി തീർത്തത്, ഇനിയും ആക്കിക്കൊണ്ടിരിക്കുന്നു. ആ മഹാത്മാക്കൾ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ടും ഇവിടെ വലുതായിട്ടുള്ള ഒരു രാജപാത തുറന്നു വെച്ചിരിക്കുകയാണ് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ. അവിടെ പറയുന്നുണ്ടല്ലോ മുമ്പേ ഭാഗവതത്തിൽ തന്നെ, മഹാത്മാക്കൾ അവർ ഭഗവാങ്കൽ എത്തി. ഇനി വരാൻ പോകുന്ന ആളുകളെയും ആ ലോകത്തിലേക്ക്, ആനന്ദത്തിൻ്റേതായിട്ടുള്ള ലോകത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വലുതായിട്ടുള്ള ഒരു രാജപാത തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ വില മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം എന്താണ്? കേവലം ഉണ്ണുക, ഉറങ്ങുക, മറ്റുള്ള വ്യവഹാരം കഴിക്കുക, അവസാനം വാർദ്ധക്യമോ അല്ലെങ്കിൽ മരണത്തിൽ പെടുക, വീണ്ടും ജനിക്കുക അല്ല. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്ന് പറയുന്നുണ്ടല്ലോ. വീണ്ടും വീണ്ടും ജനിക്കാനല്ല, പിന്നെയോ ആനന്ദസ്വരൂപിയെ പ്രാപിക്കുക, ഭഗവാങ്കൽ എത്തിച്ചേരാൻ. അങ്ങനെ ഭഗവാങ്കൽ എത്തിച്ചേർന്നുകൊണ്ട് ആ നിരതിശയമായിട്ടുള്ള ആനന്ദം, ഋഷഭയോഗീശ്വരൻ പറഞ്ഞ പോലെ ബ്രഹ്മസൗഖ്യം തു അനന്തം, അനന്തം അവസാനമില്ലാത്ത ബ്രഹ്മസുഖം അനുഭവിക്കുവാൻ വേണ്ടി ദിവ്യമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കൂ എന്ന് പറയാണ്. ദിവ്യമായിട്ടുള്ള തപസ് എന്താ? ഈ കലിയുഗത്തിൽ ഓരോ യുഗത്തിൽ ഓരോന്നാണ്. യജ്ഞൈഹി സങ്കീർത്തനപ്രായൈഹി യജന്തി സുമേധസ. ഈ കലിയുഗത്തിൽ സങ്കീർത്തന പ്രധാനമായിട്ടുള്ള യജ്ഞം. ഇതപ്പോൾ ഈ ഭാഗവതം, ഭഗവാന്റെ നാമകീർത്തനങ്ങൾ, ഇപ്പോൾ ഗുരുവായൂർ തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി സ്ഥാപിച്ച ആ നാമ സപ്താഹം ഇപ്പോൾ അതാ തുടങ്ങാറായി. അങ്ങനെ അനേകം നാമം ജപം, അതുപോലെ നാമകീർത്തനങ്ങൾ, എന്തൊക്കെ എത്രയെത്ര കീർത്തനങ്ങളാണ്, എത്രയെത്ര മഹാത്മാക്കളാണ് നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ആ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ ഭഗവാനെ സേവിച്ചാൽ ഭഗവാന് കൂടുതൽ സന്തോഷമാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്നതും വേറെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് കേൾക്കുന്ന വ്യത്യാസമുണ്ട്. ഇവിടെ ഇരുന്ന് കേട്ടാലോ മഹാത്മാക്കളുടെ ആ അനുഗ്രഹം നമ്മളുടെ ശിരസിൽ വന്ന് വീഴും, നമ്മളറിയാതെ. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ തിരുനാമാചാര്യൻ്റെ ആ സപ്താഹത്തിൽ നമ്മൾ പങ്കുകൊണ്ടാൽ തിരുനാമാചാര്യൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാവും. അതുപോലെ ഇവിടെ മള്ളിയൂർ മഹാത്മാവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇരുന്ന് കേട്ടാൽ ഉണ്ടാവുന്നു. എവിടെ ഇരുന്നാലും ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താ ആ സാന്നിധ്യം, ഭഗവാന്റെ ആ സാന്നിധ്യമുള്ള ആ സ്ഥലങ്ങൾ പ്രത്യേകതയുണ്ട് അവിടെ. അതാണ് ഇപ്പം എത്ര ഭാഗവത സത്രങ്ങൾ, നാമസങ്കീർത്തനാദികൾ ഇവിടെ നടന്നു. ഇവിടെ ഇരുന്നിട്ട് ആ ഭഗവാന്റെ നാമം കീർത്തനങ്ങളൊക്കെ പാടുമ്പോൾ, ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമൊരു ആനന്ദാനുഭൂതി വരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ആ ഒരു പുണ്യം. അപ്പോൾ അങ്ങനെയുള്ള ആ പുണ്യസ്ഥലങ്ങളിൽ പോയി ഇരുന്നു കൊണ്ട് ഭഗവാനെ നിഷ്കാമമായിട്ട് ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാമം ജപിക്കണം. പറയുന്നു, സയേവ കാലേന ദുരത്യയേന തേ കളേവരെ വിക്രമി ഭസ്മസം ചിത നിർജിത്യദിക്ചക്രം അഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജിവന്ദിത ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗ പൂരുഷ ഈശനീയതേ കരോതി കർമാണി തപസ്സു നിഷ്ഠിതോ നിവൃത്തഭോഗ തദപേക്ഷയാദൽ. അതുകൊണ്ട് ക്രീഡാമൃഗം, ഒരു ക്രീഡാമൃഗത്തെ പോലെ ഞാനിങ്ങനെ ജീവിതം നയിച്ചു എന്ന് മുചുകുന്ദൻ പറയാണ്, സാധാരണ ആളുകളല്ല. അപ്പോൾ ആ ഭഗവാന്റെ പാതാരവിന്ദത്തെ നമ്മൾ സേവിക്കണമെന്ന് വളരെ വ്യക്തമാക്കുകയാണ് ശ്രീമദ് ഭാഗവതം. പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവൃദ്ധദർശോ നുസുഖായ കൽപ്പതേ. അതുകൊണ്ട് ഈ മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം എന്താണ്? കേവലം വിഷയഭോഗമല്ല, പിന്നെയോ ഭഗവാന്റെ പാതാരവിന്ദത്തെ
അങ്ങനെ സേവിച്ചു കൊണ്ട് ഉപാസിച്ചു കൊണ്ടിരിക്കണം. കാലക്ഷേപോ ന കർത്തവ്യ ക്ഷീണമായു ക്ഷണേ ക്ഷണേ യമസ്യ കരുണാനാസ്തി കർത്തവ്യം ഹരികീർത്തനം. ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിലെ ഒരു ദിവസം പോയി. ഇനി എത്ര ദിവസമാണ് അറിയില്ല. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. കാലക്ഷേപോ ന കർത്തവ്യ ക്ഷീണമായു ക്ഷണേ ക്ഷണേ യമസ്യ കരുണാനാസ്തി. അപ്പോൾ ഓരോ ക്ഷണവും വളരെ വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട ആ സമയത്തെ എങ്ങനെ നമ്മൾ സാർത്ഥകമാക്കി തീർക്കും? ഈ ഭഗവത് കഥകൾ കേൾക്കുക, അതുപോലെ ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അങ്ങനെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകുന്നു. ഭക്തി ഉണ്ടായാൽ എല്ലാം ഉണ്ടായി. പിന്നെ അവർക്ക് ഒരു ഭയവുമില്ല. 14 ലോകങ്ങളെയും കിട്ടുകിട്ടേ വർപ്പിച്ചിരുന്നു പൗരുഷം കൊണ്ട് ഹിരണ്യകശിപു. പക്ഷേ പ്രഹ്ലാദൻ്റെ മുൻപിൽ ആ ഹിരണ്യകശിപു ഭയപ്പെട്ടു എന്ന് പറയാം. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ ഹിരണ്യകശിപു പ്രഹ്ലാദന് ആ നിർഭയാവസ്ഥ കണ്ട്, ഒരു ഭയവും ഇല്ലാത്ത അവസ്ഥ കണ്ട് ഹിരണ്യകശിപു ഭയപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭക്തന്മാർക്ക് ഭയത്തെ ഒരു പ്രയാസവും ഇല്ലാതെ ജയിക്കാം. ഭയത്തെ ജയിക്കാനാണ് ആദ്യം തന്നെ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചത്. 7-ാം ദിവസം തക്ഷകം കടിച്ച് മരണപ്പെടുമല്ലോ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? അതുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുകയോ അതുമല്ലെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദത്തെ സ്മരിക്കുകയോ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ കുറച്ച് നാമം ജപിച്ചു, ഇനി കുറച്ച് പാരായണം, കുറച്ച് പാരായണം കഴിഞ്ഞാൽ കുറച്ച് പ്രഭാഷണം, അങ്ങനെ നിരന്തരം ഉള്ള ഉപാസന. അങ്ങനെ നിരന്തരം ഉപാസിച്ചാൽ മരണത്തെ വെല്ലാം എന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. നമ്മൾക്ക് ആ ഒരു ഭക്തി എത്തിയിട്ടില്ല, പക്ഷേ ക്രമേണ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ഗൃഹ്യത. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടുമാണ് നമ്മൾക്ക് ആ ഭഗവാങ്കൽ ഭക്തി ഉണ്ടാവുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗം, ലോകവിഷയങ്ങളിൽ രാഗം, ഇഷ്ടം വളരെയധികമായിട്ടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം ഇല്ലാതിരിക്കണം. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹം ആചാര്യവർയാല്ലബ്ധ്വ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുൽഭവൽ ഭക്തിഭൂമ മായാമേനാം തരിത്വ പരമസുഖമയേ ത്വൽപദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപതേ നാശയാശേഷരോഗാൻ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. ദുഃഖാന്യാലോക്യ, നമ്മൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കണം. വെറുതെ ഇങ്ങനെ നോക്കിയാൽ പോരാ, ചുറ്റുപാടും നോക്കണം. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കാണാം പറയാണ്. ചിലർക്ക് സന്തതികളില്ലാത്ത ദുഃഖം, ചിലർക്ക് ദാരിദ്ര്യം, ചിലവർ അനാഥകളായിട്ട്, അങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളാണ്, വിവിധങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം, അനിത്യവും അസുഖവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ശ്രീഹരിയെ സേവിക്കുകയാണ് വേണ്ടത്. അതാണ് പറയുന്നത്. ദുഃഖേഷു ആലോക്യ ജന്തുഷ്വലം ഉദിത വിവേകോഹം. അപ്പോൾ ഒരു വിവേകം നമ്മൾക്കുണ്ടാവും. എന്ത് വിവേകം? ഈ പ്രപഞ്ചത്തിൽ സുഖമില്ലാത്ത ഇത് മാത്രമല്ല, എപ്പോഴാണ് ഈ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വരിക അതും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ഥിരതയുമില്ല, ഉറപ്പില്ല എന്നർത്ഥം. അപ്പോൾ ദുഃഖേഷു ആലോക്യ ജന്തുഷു അലമുദിത വിവേകോഹം ആചാര്യവര്യാല്ലബ്ധ്വ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മഹാത്മാക്കളുടെ ആ പതിനാരവിന്ദങ്ങളിൽ കൂടി നിർഗളിക്കുന്ന ഭഗവത് കഥകളെയാണ് ശ്രവിക്കണം എന്ന് പറയാണ്. ആചാര്യവര്യാല്ലബ്ധ്വ ത്വദ്രൂപതത്വം ഗുണചരിത കഥാദ്യുൽഭവൽ ഭക്തിഭൂമ. അവിടുത്തെ കഥകൾ ഇങ്ങനെ കേൾക്കുക. കുറേ കേട്ട് കഴിഞ്ഞാൽ കീർത്തനമായിട്ട് അത് പരിണമിക്കും. ശ്രവണം കീർത്തനം, കീർത്തനവും ശ്രവണവും കുറേ കഴിഞ്ഞാൽ സ്മരണം, മൂന്നാമത്തെ. ആ സ്മരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എപ്പോഴും സ്മരണ ഉണ്ടാവണം. ഭഗവാന്റെ പാതാരവിന്ദ സ്മരണ എപ്പോഴും നമ്മളിൽ ഉണ്ടായാൽ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് എന്നേക്കുമായി കരകയറാമെന്ന് മാത്രമല്ല, ആനന്ദസാഗരത്തിൽ ആറാടുകയും ചെയ്യാം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് വാസ്തവത്തിൽ, അതേതാ? ആനന്ദം. പക്ഷേ സുഖത്തിൻ്റെ പിന്നാലെ പോയി ദുഃഖം അനുഭവിക്കും. അപ്പോൾ ആനന്ദം എവിടെ കിട്ടും? അത് ഭഗവാന്റെ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം
നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ആ ഭഗവാൻ ആനന്ദസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ വാസ്തവത്തിൽ ഉണ്ട്, എല്ലാവരുടെ ഹൃദയത്തിലും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽ പ്രസാദാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ, എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരനാണ് ആയിട്ട് എല്ലാം കാണണം, സമത്വമായിട്ടുള്ള ദർശനം പറയുന്നത്. എല്ലാം ഗുരുവായൂരിൽ മഹാത്മാക്കൾ പറയാറുണ്ട്, പണ്ട് ഗുരുവായൂരിൽ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു, കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട്. അദ്ദേഹം കാണുന്ന ജീവികളൊക്കെ കാക്കയെ കണ്ടാൽ കാക്കരൂപിണേ വാതാലയേശായ നമഃ, ശ്വാവിനെ കണ്ടാൽ ശ്വാനരൂപിണേ വാതാലയേശായ നമഃ, പൂച്ചയെ കണ്ടാൽ മാർജാരൂപിണേ വാതാലയേശായ നമഃ. ഇങ്ങനെ എല്ലാവരെയും നമസ്കരിക്കും. അത്രേ നേരിട്ടങ്ങോട്ട് നമസ്കരിക്കും. ആളുകൾ ഭ്രാന്താണെന്ന് വിചാരിക്കും. പക്ഷേ അദ്ദേഹം വളരെയധികം ദിവ്യനായിരുന്നു, സാധാരണ മാതിരിയല്ല, പരമഭക്തനായിരുന്നു. കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള മഹാത്മാക്കളെ കാണാൻ തന്നെ പറ്റില്ല ഇപ്പോൾ. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഉണ്ടാവും. അവർ പക്ഷേ ഞങ്ങൾ മഹാത്മാക്കളാണ് എന്ന് പറഞ്ഞ് നടക്കില്ല. അവരെ വളരെയധികം പരോക്ഷമായിട്ട് ഒരു രഘുഗണനെ ഭരതമുനിയെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവരിലും ബഹുമാനം ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് അവരിലും നമ്മൾക്ക് ബഹുമാനം ഉണ്ടാവണം. അതാണ്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവണം. അപ്പോൾ ആ മുചുകുന്ദൻ സ്തുതിച്ചു. മുചുകുന്ദൻ്റെ സ്തുതി വളരെയധികം സന്തോഷമായി ഭഗവാന്. എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് അവിടുത്തെ പാതാരവിന്ദ ഭക്തി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ആഗ്രഹമില്ല. പൂർണ്ണമായിട്ട് വിരക്തനായി ഇദ്ദേഹം. ഇനി എനിക്ക് അവിടുത്തെ ലോകത്തിൽ, വൈകുണ്ഠ ലോകത്തിൽ എൻ്റെ ജീവിതം അവിടെ ആവണം. ഇനി എനിക്കൊരു മനുഷ്യജന്മത്തിൻ്റെ ആവശ്യമില്ല ഭഗവാനെ എന്ന് പറഞ്ഞു. എന്നാലും ഭഗവാൻ പറയുകയാണ്, അങ്ങക്ക് എന്നിലുള്ള ആ ഭക്തി, അതുപോലെ ലോകവിഷയങ്ങളിലുള്ള വിരക്തി ഒക്കെ മനസ്സിലാക്കി. എങ്കിലും അങ്ങ് ചക്രവർത്തിയായിരിക്കുമ്പോൾ കുറേ ഹിംസകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം. അങ്ങനെ ബ്രഹ്മവിത്തായിട്ട് എൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹത്തിന് അങ്ങ് പാത്രീഭൂതനാവും, അങ്ങനെ മുക്തനായി തീരും എന്ന് പറയുകയാണ്. മുചുകുന്ദന് പോലും മുക്തി കിട്ടുന്നത് പിന്നീടാണെന്നർത്ഥം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഏത് ജന്മമുണ്ടെങ്കിലും ഭഗവാനോടത്ത് പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. എത്ര ജന്മമുണ്ടെങ്കിലും ഭവേ ഭവേ യഥാഭക്തി, ജന്മങ്ങളിലൊക്കെ ഭഗവാന്റെ പാതാരവിന്ദ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. അതിന് പ്രാർത്ഥിക്കണം, ഭക്തി ഉണ്ടാവണം. ജന്മന്യനന്തരേ രാജൻ, അടുത്ത ജന്മത്തിൽ അങ്ങക്ക് മുക്തി കിട്ടും പറയുകയാണ്. വാസ്തവത്തിൽ മുചുകുന്ദന് ആ മുക്തിക്ക് അങ്ങനെയുള്ള ആ മഹാത്മാവാണത്രേ ശ്രീധരാചാര്യ സ്വാമികളായിട്ട് അവതരിച്ച് ഈ ഭാഗവതത്തിന് വ്യാഖ്യാനം ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മുക്തിയേക്കാൾ മനസ്സിൽ ആഗ്രഹം അവിടുത്തെ സേവിക്കാനാണ്. അതുകൊണ്ടാണ് ആയിരിക്കാം. അല്ലെങ്കിൽ എത്ര ഭഗവാൻ വിചാരിച്ചാൽ മഹാഭാവികളായിട്ടുള്ളവരെ പോലും മുക്തരാക്കി തീർക്കുന്നു. ഒരു നാമം ജപിച്ച അജാമിളനെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ മുചുകുന്ദന് എന്താ ആഗ്രഹം? വാസ്തവത്തിൽ ഭഗവാനെ സേവിക്കാനാണ്. ഈ ഭഗവാന്റെ കഥകൾ പാടുക, ഈ ശ്രീമദ് ഭാഗവത രസം ആസ്വദിക്കുവാൻ. അഹം വേദ്മി ശുകോ വേത്തി വ്യാസോ വേത്തി ച നാരദ ശ്രീധര സകലം വേത്തി ശ്രീ നൃസിംഹപ്രസാദ. നരസിംഹമൂർത്തിയുടെ ഭക്തനായിട്ടാണ് പിന്നീട് ശ്രീധരാചാര്യസ്വാമികൾ. അങ്ങനെയുള്ള ആ മഹാത്മാവാണ് ശ്രീമദ് ഭാഗവതത്തിന് വ്യാഖ്യാനം രചിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ആ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ മറന്നാൽ പോലും ഭഗവാൻ മറക്കില്ല. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ആ ഭക്തി നൽകും. പക്ഷേ ചില ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ മിഞ്ഞാന്ന് ഒരു മഹാത്മാവ് പറഞ്ഞു, മരുന്ന് കഴിക്കുമ്പോൾ പഥ്യം എന്നൊന്ന് പാലിച്ചാൽ ആ മരുന്നിന് അത് നല്ല ഫലമുണ്ടാവും. ഇതുപോലെ പഥ്യം എന്നുള്ളത് എന്ന് വെച്ചാൽ ഭഗവാനെ സേവിക്കുമ്പോൾ ഒരു തരത്തിലുള്ള
മറ്റുള്ള വികാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കരുത്. പലതരത്തിലുള്ള വികാരങ്ങൾ വരാം. ആ വികാരങ്ങൾക്കൊന്നും സ്ഥാനം വരാതെ ഭക്തി എന്നുള്ള ഒരു വികാരം മാത്രത്തിന് ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കണം. മനസ്സിൻ്റെ ആ ഗുണമാണ് എന്ന് പറയുന്നുള്ളൂ. ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നു. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രകാശത്തെ. ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ഭഗവാൻ സ്വയം പ്രകാശിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ എന്ത് വേണം? നിരന്തരം കീർത്തിക്കണം. പിന്നെ സ്വയം പരീക്ഷിക്കുകയും വേണം. നമ്മളുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്? ഇത്രയും കാലം ഭഗവാന്റെ കഥ കേട്ടു, ജപിച്ചു, ഒക്കെ ശരി. നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? സ്വയം അവനവനെ പരീക്ഷിക്കണം. അവനവൻ്റെ പോരായ അവരവർ തന്നെ ആ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് നല്ല ആ ശുദ്ധമായിട്ടുള്ള ആ മനസ്സ് നൽകണേ ഭഗവാനെ, നല്ല വാക്കുകൾ നൽകണേ, നല്ല ബുദ്ധി നൽകണേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. നല്ല മനസ്സ്, നല്ല ബുദ്ധി, അതുപോലെ നല്ല ആരോഗ്യ സമ്പൂർണ്ണമായിട്ടുള്ള ശരീരം. നല്ല വാക്ക്, നല്ല മനസ്സ്, നല്ല ആരോഗ്യമായിട്ടുള്ള ശരീരവും കൂടി ഉണ്ടായാലേ ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടെ ഭജന ചെയ്തില്ല. എന്ത് ആരോഗ്യം ഉണ്ടായാലേ അങ്ങനെ ശബ്ദം ഇട്ടുകൊണ്ട് ആ ഭഗവാനെ ഉപാസിക്കാൻ, അതുപോലെ ഭാഗവതം വായിക്കാനൊക്കെ നല്ല ശക്തി വേണം. അപ്പോൾ നല്ല ബുദ്ധി, നല്ല മനസ്സ്, നല്ല വാക്കുകൾ, നല്ല ശരീരം, ഇതുണ്ടായാൽ ഭഗവാൻ അതിനെന്ത് വേണം? അതിനും ഭാഗവതം തന്നെ. നാരായണനും സേവിച്ചാൽ ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നുണ്ടല്ലോ. ആയുസ്സും ആരോഗ്യം സൗഖ്യവും നാരായണീയ ഉപാസന കൊണ്ട്, ഈ ഭഗവാന്റെ ഭാഗവത ഉപാസന കൊണ്ട് കിട്ടും എന്ന് മഹാത്മാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ ജീവിത ചര്യകളിൽ കൂടി. അതുകൊണ്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചെറിയ എത്രയെത്രയോ മഹാത്മാക്കൾ, പണ്ഡിത ശ്രേഷ്ഠർ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ചില കുട്ടികളുടെ വാക്ക് അസ്പഷ്ടമായിട്ട് അവർ പറയും. അപ്പോൾ അച്ഛനമ്മമാർക്ക് അത് വളരെ കേൾക്കാൻ രസമാണ്. വലിയവർ സംസാരിക്കണേക്കാളും ചെറിയ കുട്ടികൾ അക്ഷരങ്ങൾ അങ്ങനെ തുടങ്ങുക, അങ്ങനെയുള്ളവരുടെ വാക്ക് അവർക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ ഈ ഉള്ളവൻ അങ്ങനെ അവ്യക്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ആ മഹാത്മാവിൻ്റെ സ്മരണയുടെ മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.